കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ച് ഡിഐജി വി ജയനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. വിവരങ്ങളുമായി റോഷിപാൽ ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ തന്നെ സത്യവാങ്മൂലം നൽകിയതാണ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കാം എന്നുള്ളത്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാൽ എന്തു മാറ്റാണ് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാവുക? നികേഷ്, യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കി ഉപയോഗിച്ചു എന്ന ആ കേസ് ഇപ്പോൾ മന്ദഗതിയിലാണ് അന്വേഷണം പോകുന്നത്. മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ തെരഞ്ഞെടുപ്പ് അതോറിറ്റി അടക്കം ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. മറ്റു പലയിടങ്ങളിലായി കേരളത്തിലുടനീളം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ പോയി അന്വേഷിക്കാൻ ലോക്കൽ പോലീസിന് പരിമിതിയുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ച് അന്വേഷണ സംഘത്തലവനായ സിറ്റി DCP നിതിൻ രാജ് പോലീസ് മേധാവിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. അതുകൂടി പരിഗണിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തെങ്കിലും ആ കേസിന്റെ അന്വേഷണം ഈ DIG ഉൾപ്പെടെയുള്ള സംഘത്തിന്, ഒരു പ്രത്യേക സംഘത്തിന് തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറാനുള്ള തീരുമാനമെടുത്തത്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് അതോറിറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ കൈമാറേണ്ടതുണ്ട്. അത് കൈമാറി കഴിഞ്ഞാൽ മാത്രമേ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ CR കാർഡ് ആപ്ലിക്കേഷൻ കാസർഗോഡ് കേന്ദ്രീകരിച്ച് വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്ന് ഈ കേസിൻ്റെ മുഖ്യ ആസൂത്രകൻ, ഈ CR കാർഡ് നിർമ്മിച്ച ജെയ്സൺ മുകളയിൽ എന്ന ഈസ്റ്റ് എളേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഉപാധ്യക്ഷൻ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ ജെയ്സൺ മുകളയിൽ നിരവധി പേർക്ക് ഈ CR കാർഡ് ആപ്ലിക്കേഷൻ കൈമാറിയിട്ടുണ്ട്. അത് വാട്സപ്പ് വഴിയാണ് അത് പങ്കുവച്ചത്. അവരെയൊക്കെ ചോദ്യം ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. ഇതൊക്കെ ലോക്കൽ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഈ സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഈ അന്വേഷണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ അന്വേഷണം എന്ന വിലയിരുത്തൽ പോലീസ് മേധാവിക്കും സർക്കാരിനുമുള്ളത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധികം നാളുകളില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കുമെന്ന ആശങ്ക ആ പരാതിയിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചതെന്ന വിലയിരുത്തൽ അന്വേഷണത്തിൽ തന്നെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ കൂടുതൽ തെളിവുകൾ സമാഹരിക്കുകയും കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുമുണ്ട്. നികേഷ്, ശരി. റോഷിപാൽ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. You are watching Reporter Evening Show.